ഹായ് ഗൈസ്. ലോകത്തെ ഏറ്റവും വലിയ ലഹരി ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ലോകത്തെ ഏറ്റവും വലിയ ലഹരി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഓരോരാൾക്ക് ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ ലഹരി അതേതാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു കഥയിലൂടെ പറയാം. ഒരു ഗുരുകുലത്തിൽ ഒരു ശിഷ്യന്മാരുടെ കൂടെ ഗുരു ഇരിക്കുന്ന സമയത്ത് ഗുരു ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചയെക്കുറിച്ച് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം, അപ്പോൾ കാഴ്ചശക്തിയെക്കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ, ഒരു ശിഷ്യൻ എണീറ്റ് വന്ന് പറഞ്ഞു, കാഴ്ചയെക്കുറിച്ച് ഞാൻ പറയാം സർ. ഗുരുവേ, ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന മരയില്ലേ, അത് വ്യക്തവും സ്പഷ്ടവുമായി ഇന്ന മരമാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ കാഴ്ച എന്ന് പറയും. അപ്പോൾ ഗുരു പറയും അല്ല എന്ന് പറയും. ആ സ്പോട്ടിൽ അടുത്ത ആൾ വന്നിട്ട് എണീറ്റ് വന്നിട്ട് പറയും, ഗുരുവേ, അങ്ങ് ആ ദൂരെ കാണുന്ന ഒരു മൃഗമില്ലേ, ആ മൃഗം ഏതാണെന്ന് വ്യക്തവും സ്പഷ്ടവുമായി എനിക്ക് പറയാൻ പറ്റുന്നതാണ് ആണെങ്കിൽ അതാണ് കാഴ്ച എന്ന് പറയും. ഗുരു പറയും അതല്ല, യഥാർത്ഥത്തിൽ കാഴ്ച എന്ന് പറയുന്നത് നിന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ നിന്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ കാഴ്ച. അതാണ് യഥാർത്ഥത്തിൽ കാഴ്ച. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്ന മനുഷ്യനാണ്. നിന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ സഹോദരന്മാരാണ് നിന്റെ ലഹരി. ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോൾ അത് അറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു ഡ്രഗ്സിലും കിട്ടാത്തൊരു സുഖമാണ്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർ ചോദിക്കാതെ തന്നെ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് നിന്റെ കൂടെ നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ നിന്റെ പരിസരത്തുള്ള ഒരാളുടെ വിഷമവോ സന്തോഷത്തിലും നീ അവരുടെ പങ്ക് ചേരുന്നതിലാണ്. അതിൽ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഒരു സിന്തറ്റിക് ഡ്രഗിലും കിട്ടില്ല. പൊതുവെ ഇന്നത്തെ കാലത്തുള്ള മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾ, പുറത്തു പോകുന്ന കുട്ടികൾ, ഭയമാണ്, വലിയ ഭയം. എന്നോട് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീക്കിലി എങ്കിലും അവരുടെ ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്താലോ. ശരിക്കും ഞങ്ങൾ മനുഷ്യത്വം എന്ന് പറയുന്നത്, നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും മനുഷ്യനായി കണ്ട് വളരുന്ന കുട്ടികൾ ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അവരതിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അപ്പം ആ രീതിയിലുള്ള സാഹചര്യത്തിൽ വളർത്താൻ ശ്രമിക്കുക. ശരിക്കൊരു ആദ്യമാണ് ഞങ്ങൾക്കും എല്ലാവർക്കും മക്കളുള്ളതല്ലേ. അപ്പം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കി വലിയ വലിയ ഗോളുകൾ ഫിക്സ് ചെയ്ത് ഞങ്ങൾ അത് അച്ചീവ് ചെയ്ത് അതിലൊരു ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.